സഖാവ് എന്നോട് പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി എന്നോട് പറഞ്ഞ വാചകമാണ്, എന്തുകൊണ്ട് നിങ്ങൾ ഇടതുപക്ഷം എന്ന ചോദ്യത്തിന് ഞാൻ കേട്ട ഏറ്റവും തെളിച്ചമാർന്ന ഉത്തരം. വലിയ തിയറി സിദ്ധാന്തമൊന്നല്ല. ആ കുട്ടി ഇത്രയേ എന്നോട് പറഞ്ഞിട്ടു. എന്നോട് പറഞ്ഞത്, സഖാവേ, നിങ്ങൾ വല്ലാണ്ട് അത്ഭുതപ്പെടുകയൊന്നും വേണ്ട, ഞാനും ഈ നാട്ടിലാണ് ജനിച്ചത്, ഞാനും ഈ മണ്ണിലാണ് വളർന്നത്. നേരത്തെ പറഞ്ഞ 3 അംഗനവാടി ഉണ്ടല്ലോ, അതിൽ ഒരു അംഗനവാടിയിലായിരുന്നു ഞാനും പോയിരുന്നത്. എന്നിട്ട് അവര് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ആദ്യമായി എനിക്ക് മറ്റൊരു ജാതിയിൽപ്പെട്ടൊരു സുഹൃത്തിനെ കിട്ടിയത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയോ? അത് ഞാൻ ഇടതുപക്ഷമായി മാറിക്കഴിഞ്ഞതിന് ശേഷമാണ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് മറ്റൊരു ജാതിയിൽപ്പെട്ട സുഹൃത്തിനെ ലഭിച്ചത് എന്നും എന്റെ ജീവിതത്തെ വികസിപ്പിച്ചത് എന്നുമായിരുന്നു ആ പെൺകുട്ടി പറഞ്ഞത്. അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടിയുടെ പേര് സത്യേഷ ലയുവ എന്നാണ്. ഫേസ്ബുക്ക് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് സത്യേഷ ലയുവയെ ഫേസ്ബുക്കിൽ നിങ്ങൾക്കൊന്ന് പരിധി നോക്കാം. ആ സത്യേഷ ലയുവ 2 ആഴ്ച മുമ്പ് ഉണ്ടായിരുന്നത് ചൈനയിലാണ്. കാരണം ചൈന ഗവൺമെന്റ് ഇന്ത്യയിൽ നിന്നും 3 ജനപ്രതിനിധികളെ ചൈനയിലേക്ക് ക്ഷണിച്ചു. ആ ക്ഷണം സ്വീകരിച്ച് ചൈനയിലെത്തി 1 മാസം ചൈന ഗവൺമെന്റിന്റെ അതിഥിയായിട്ട് അവിടെ താമസിച്ച സത്യേഷ തിരിച്ചു വന്നു. കാരണം ഇന്ന് 6 കൊല്ലം മുമ്പ് ഞാൻ പോയ ഗുജറാത്തിലെ സബർകണ്ട ജില്ലയിലെ വഡുവാസ ഗ്രാമത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരാണ് സത്യേഷ ലയുവ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഗുജറാത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം, അവിടുത്തെ SFIയുടെ നേതാവ്. സത്യേഷ ജയിച്ചു. ഒരുപക്ഷെ ദേശാഭിമാനി പത്രം വായിച്ചിരുന്ന ആളുകൾക്ക് ആ വാർത്ത മനസ്സിൽ ഒരുപക്ഷെ ഉണ്ടാകുമായിരിക്കും. സത്യേഷ അവിടെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു 3 മാസം മുമ്പ്. എന്നിട്ടോ സത്യേഷ പഞ്ചായത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോഴാണ് സത്യേഷക്ക് മനസ്സിലായത്, ഗുജറാത്തിലെ പഞ്ചായത്തുകൾ ആകെ ചെയ്യുന്ന പണി എന്താ? അവിടുത്തെ കാശെടുക്കുക, അമ്പലം കെട്ടുക എന്നുള്ളത് മാത്രമാണ്. മറ്റൊരു പണിയും ഗുജറാത്തിലെ പഞ്ചായത്തിനില്ല. മറ്റൊന്നും ചെയ്ത ചരിത്രവും അവിടുത്തെ പഞ്ചായത്തിനില്ല. എന്താ സത്യേഷ ചെയ്തതെന്നറിയോ? സത്യേഷ ഞങ്ങളെയൊക്കെ വിളിച്ചു, കേരളത്തിലേക്ക് വന്ന് സത്യേഷ കേരളത്തിന്റെ ഗ്രാമങ്ങൾ സന്ദർശിച്ചു, കേരളത്തിലെ പഞ്ചായത്തുകൾ കണ്ടു, കേരളത്തിന്റെ സ്കൂളുകളിലേക്ക് പോയി. എന്നിട്ടോ ഓരോ പഞ്ചായത്തും എന്താണ് ചെയ്യുന്നത് എന്ന് പഠിച്ചു. കുടുംബശ്രീക്കാരെ കണ്ടു, വായനശാലകൾ കണ്ടു, ക്ലബ്ബുകൾ കണ്ടു, പഞ്ചായത്ത് ഓഫീസ് കണ്ടു, ഗ്രാമസഭകൾ കണ്ടു. ഇത് കണ്ടിട്ട് സത്യേഷ തിരിച്ചുപോയിട്ട് സത്യേഷ പറഞ്ഞു, കേരളമാണ് എന്റെ പാഠപുസ്തകം, ഈ നാടിൽ എന്നിൽ ഏൽപ്പിച്ച ചുമതല എങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിന് എന്റെ മുന്നിലുള്ള പാഠപുസ്തകം കേരളമാണ്. എന്നിട്ട് സത്യേഷ പറഞ്ഞു, എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം 2 കാര്യങ്ങളാണ്. 2 കാര്യങ്ങൾ അവിടെയാണ് തുടങ്ങേണ്ടത്. എന്താ 2 കാര്യം എന്നറിയോ? ഒന്ന്, എന്റെ നാട്ടിൽ ഒരു വായനശാല ഉണ്ടാകണം. ഇതിനാ വായനശാല? ഈ നാട്ടിലെ മക്കളുണ്ട്, അവരുടെ അച്ഛനമ്മമാർക്ക് വലിയ കാശോ കൂലിയോ ഒന്നുമില്ല, അവർക്ക് മറ്റു പുസ്തകങ്ങൾ വാങ്ങാനുള്ള ശേഷിയൊന്നുമില്ല. ആ മക്കൾക്ക് വന്ന് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് കേരളം പോലെയുള്ള വലിയ വായനശാലയല്ല, ഒരു ചെറിയൊരു കെട്ടിടം. അവിടെ മക്കൾക്ക് വന്നിരിക്കാൻ വേണ്ടി പറ്റണം, 4 പുസ്തകം വായിക്കാൻ വേണ്ടി പറ്റണം. പണി കഴിഞ്ഞു വരുന്ന തൊഴിലാളികൾക്ക് വന്നൊന്ന് പത്രം വായിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. ജാതി നോക്കാതെ മനുഷ്യർ ഒത്തുകൂടിയിരിക്കുന്ന ഒരിടമായിട്ട് അത് മാറണം. ഒരു വായനശാല ഉണ്ടാകണമെന്ന് ഞാനിത് പറയുമ്പോ മുക്കിലും മൂലയിലും വായനശാലയുള്ള കാഞ്ഞങ്ങാട്ടത്തെ മനുഷ്യർക്ക് അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് ഒരുപക്ഷെ മനസ്സിൽ തട്ടുന്നുണ്ടാകില്ല. ഈ കേരളം കണ്ടിട്ട് സത്യേഷ ആഗ്രഹിച്ചതാണ് ഒരു വായനശാല എന്റെ എല്ലാ പ്രദേശത്തും ഒരു ചെറിയ ഇടമെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന്. രണ്ടാമത് സത്യേഷ പറഞ്ഞു, എന്റെ നാട്ടിൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉണ്ടാകണം. ഒരസുഖം വന്നാൽ ആ അസുഖം അതുപോലെ വച്ചിരിക്കുന്നതിന് പകരം മനുഷ്യർക്ക് പോയിട്ട് ഒന്ന് ചോദിക്കാൻ, ഒരു മുറിവ് പറ്റിയാൽ 100 രൂപ ചിലവാണല്ലോ എന്ന് കരുതി വീട്ടിലിരിക്കാത്തതിന് പകരം പോയി ഒന്ന് മുറിവിന് തുന്നിക്കെട്ടാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമെങ്കിലും എന്റെ പഞ്ചായത്തിൽ ഉണ്ടാകണം എന്നായിരുന്നു സത്യേഷ ആഗ്രഹിച്ചത്. അറിവ് വേണം, ആരോഗ്യം വേണം. നോക്കൂ, 7 പതിറ്റാണ്ട് മുമ്പ് കേരളം ആരംഭിച്ച ഒരു യാത്ര
യാത്ര 2025 ആരംഭിക്കുന്നതേ ഉള്ളൂ ഗുജറാത്തിലെ ഒരു ഗ്രാമപഞ്ചായത്ത് എന്നുള്ളത്. ആ കേരളത്തിന്റെ പഞ്ചായത്ത് സംവിധാനത്തെയാണ് നമുക്ക് സംരക്ഷിക്കേണ്ടത്. ഈ കേരളത്തെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയ പ്രാദേശിക ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ്സുകളായിട്ടുള്ള പഞ്ചായത്ത് സംവിധാനത്തെ, നഗരസഭ സംവിധാനത്തെ, അതിലേക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ എന്തുകൊണ്ടെല്ലാം ഇടതുപക്ഷം വിജയിക്കണം എന്നുള്ളതിന്റെ ഓരോ കണക്കിലേക്കും ഞാൻ കടന്നു പോകുന്നില്ല. എന്തുകൊണ്ട് ഇടതുപക്ഷം എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അത് മനുഷ്യ ജീവിതത്തിന്റെ അന്തസ്സിന് കാവൽ നിൽക്കുവാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷം എന്നുള്ളതാണ്. നമ്മളെല്ലാം ഓണം ആഘോഷിച്ചു. ഓണം ആഘോഷിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ലോകത്തെ തേടി കേരളത്തെ കുറിച്ചൊരു വാർത്ത വന്നത്. ആ വാർത്ത എങ്ങനെയായിരുന്നു? ഇന്നത്തെ ലോകത്ത് ഏറ്റവും കുറവ് ശിശുമരണ നിരക്ക് ഉള്ള നാടിന്റെ പേര് കേരളം എന്ന്. അത് ലോകത്തെ ഏറ്റവും സമ്പന്നമായ മഹാനഗരങ്ങൾ ഉൾപ്പെടുന്ന അമേരിക്കയല്ല, അത് ലണ്ടനോ പാരീസോ അല്ല. ലോകത്ത് ശിശുമരണ നിരക്ക് എന്ന് വെച്ചാൽ 1000 കുട്ടികൾ ജനിച്ചാൽ, 1000 അമ്മമാർ പ്രസവിച്ചാൽ അതിലെത്ര മക്കൾ ജീവനോടെ പിറന്നു വീഴുന്നു എന്നുള്ളതല്ല അതിന്റെ കണക്ക്, മറിച്ച് ഒരു വർഷമെങ്കിലും ജീവിക്കുന്നു എന്നുള്ളതാണ്. അത് നോക്കിയിട്ടാണ് ശിശുമരണ നിരക്ക് കണക്കാക്കുക. അത് കണക്കിലാക്കിയാൽ ലോകത്ത് ഏറ്റവും കുറവ് ശിശുമരണ നിരക്കുള്ള നാടിന്റെ പേര് കേരളമെന്നാണ്. എന്ന് വെച്ചാൽ ലോകത്ത് കുഞ്ഞുങ്ങളുടെ ജീവന് ഏറ്റവും ഉറപ്പുള്ള നാടിന്റെ പേര് കേരളമെന്നാണ് എന്നർത്ഥം. ആദികൾ വ്യാധികൾ ഒന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല എന്ന് നമ്മൾ പാടിയതിന്റെ അടുത്ത ദിവസം ഈ നാട് കേട്ടൊരു വാർത്തയാണ്. ഒരു വലതുപക്ഷ മാധ്യമവും ആഘോഷിച്ചിട്ടില്ല, ഒരു വലതുപക്ഷവും ഇവിടെ ആഘോഷിച്ചിട്ടില്ല. ഇതേ കേരളമാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള മനുഷ്യരുടെ നാട് ഏതാണ് എന്ന ചോദ്യത്തിന്റെയും ഉത്തരം. എന്തു കിട്ടി നിങ്ങൾക്ക് കേരളത്തിൽ ജീവിച്ചതിന് എന്ന ചോദ്യത്തിന് കണ്ണടച്ചൊരു മനുഷ്യന് പറയാൻ വേണ്ടി പറ്റുന്ന ഉത്തരം ഏറ്റവും ചുരുങ്ങിയത് ഒരു 12 വർഷം അധികമായി എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. 1950-കളിൽ കേരളം ഉണ്ടാകുന്ന കാലത്ത് കേരളത്തിലെ ആയുർദൈർഘ്യം 45 വയസ്സായിരുന്നു അത്രേ. 45 വയസ്സിൽ മനുഷ്യർ മരിച്ചു പോകുമായിരുന്നു അത്രേ. അവിടെ നിന്നാണ് കേരളം ഇന്നത്തെ കേരളമായി മാറിയത്. ഓർമ്മയില്ലേ വയലാർ എഴുതിയത്? മലയാളി, അധ്വാനിക്കുന്ന മലയാളി എങ്ങനെ ഇന്നത്തെ മലയാളിയായി, മലയാളി എന്ന തൊഴിലാളിയുടെ സ്വത്വത്തെ കുറിച്ച്, അതിന്റെ വളർച്ചയെ കുറിച്ച് വയലാർ എഴുതിയത്. സംസ്കാരത്തിന്റെ നാളങ്ങളിൽ കയറുപിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ട്, ഉജ്ജ്വല സമരകഥ. അത് പറയുമ്പോൾ എന്നുടെ നാടിന് അഭിമാനിക്കാൻ വകയില്ലേ? അറിയാം നിങ്ങൾക്കൊരു കഥയല്ലത്, പൊരുതും വർഗ ചരിത്രത്തിൽ ഉടനീളം ചുടുചോരയിൽ എഴുതിയ തുടുതുട നിൽക്കും പരമാർത്ഥം എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന കവിത. പണ്ടിവിടത്തെ തൊഴിലാളികളെ കണ്ടിട്ടുള്ളവരുണ്ടാകാം, അവരെ കണ്ടാൽ സമുദായത്തിന് അടിമുടി അടിമുടി കലി കയറും എന്ന് പറഞ്ഞ് എങ്ങനെയാണ് അടിമ സമാനമായ ജീവിതത്തിൽ നിന്നോ ഉന്നത ശീർഷമായ ജീവിതത്തിലേക്ക് തൊഴിലാളി ഉയർന്നു വന്നത് എന്ന് പറയുന്ന കവിത 1950-കളിലോ മറ്റോ ആണ് ആ കവിത എഴുതിയത്. ആ കവിതയുടെ ഒരു ഭാഗത്ത് വയലാർ ഇങ്ങനെ കൂടി എഴുതി വെക്കുന്നുണ്ട്: നാടിനു വേണ്ടി ധീരതയോടൊടരാടിയ മർദ്ദിത ജനതയെ കൊന്നുകുഴിച്ചിട്ടൊരു ചെമ്മണലിൻ കുന്നിനടുത്തൊരു ചെറുകുടിലിൽ പറയുകയാകാം ചുടുനെടുവീർപ്പോടറുപതടുത്തൊരു പടുകിഴവി എന്ന്. പറയുകയാകാം ചുടുനെടുവീർപ്പോടെ 60 പടുകിഴവി എന്ന്. 60 ഒരാളെ ഇന്ന് പടുകിഴവി എന്ന് വിളിച്ച എന്തായിരിക്കും അവസ്ഥ? ആയുർദൈർഘ്യം കുത്തനടിഞ്ഞു പോകും ആരുടെ വിളിച്ചാളുടെ, അല്ലേ? ഈ നാട് എങ്ങനെയായി മാറിയത്? ആയുസ്സുള്ള ഒരു ജനത ഉണ്ടാകണമെങ്കിൽ എന്തു വേണം? ആരോഗ്യമുണ്ടാകണം. ആരോഗ്യമുണ്ടാകണമെങ്കിൽ പൊതുജനാരോഗ്യ കേന്ദ്രം ഉണ്ടാകണം. ആയുസ്സുണ്ടാകണമെങ്കിൽ ആരോഗ്യമുണ്ടാകണം. ആരോഗ്യമുണ്ടാകണമെങ്കിൽ പോഷകാഹാരവും ഭക്ഷണവും ഉണ്ടാകണം. പോഷകാഹാരവും ഭക്ഷണവും ഉണ്ടാകണമെങ്കിൽ ഉയർന്ന കൂലി ഉണ്ടാകണം, വരുമാനം ഉണ്ടാകണം. ഉയർന്ന കൂലി ഉണ്ടാകണമെങ്കിൽ ജോലി ഉണ്ടാകണം, മനുഷ്യനാണെന്ന അന്തസ് ഉണ്ടാകണം. ഇനി ആരോഗ്യമില്ലാത്ത ഒരു മനുഷ്യനാണെങ്കിൽ, ജോലി ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ, ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കാൻ വേണ്ടി പറ്റുന്ന പെൻഷൻ സമ്പ്രദായം അവരുടെ കൈകളിലേക്ക്
ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ ആയുസ് എന്നാൽ അന്തസ് കൂടിയാണ്. അന്തസ് എന്നാൽ സമഗ്രമായ ഒരു പദ്ധതിയാണ്. ആ സമഗ്രമായ പദ്ധതിയുടെ പേരാണ് നവകേരളം. ആ നവകേരള നിർമ്മാണത്തിന്റെ മുൻനിര പോരാളികളായിരുന്നു കേരളത്തിലെ ഇടതുപക്ഷത്തിന് ബഹുഭൂരിപക്ഷമുള്ള നമ്മുടെ പഞ്ചായത്തുകൾ, നമ്മുടെ നഗരസഭകൾ എന്ന തിരിച്ചറിവിൽ, ചരിത്രബോധത്തിൽ പ്രിയപ്പെട്ടവരെ, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ മൂന്നാം ഇടതുപക്ഷ ഗവൺമെന്റിന്റെ വിജയകാഹളത്തിന്റെ പ്രഖ്യാപനമാക്കിയിട്ട്, അന്തസാർന്ന കേരളത്തിന്റെ സമര പ്രഖ്യാപനമാക്കിയിട്ട് നമുക്ക് ഇടതുപക്ഷത്തിന്റെ വിജയത്തിന്റെ സാരഥികളായിട്ട് മാറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ അഭിവാദ്യം ചെയ്ത് ഈ റാലി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി CPI നേതാവും പ്രമുഖ പ്രഭാഷകനുമായ സഖാവ് VK സുരേഷ് ബാബുവിനെ ക്ഷണിക്കുന്നു. ഹൃദയമിടിപ്പിന്റെ താളമല്ലാതെ മറ്റൊരു ശബ്ദവും സ്വന്തം